നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് പേരമരത്തിൻ്റെ അടുത്താണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പേരയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ്. പതിവായി നാം പേരയ്ക്ക കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാം, അതുപോലെ ഈ പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ എന്തെല്ലാം, ആർക്കൊക്കെ കഴിക്കാം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. പേരയ്ക്കയിൽ ഏതെല്ലാം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ എയും വൈറ്റമിൻ B9 ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മിനറൽസ്, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇവയും, അതുപോലെ ലൈക്കോപ്പീൻ, ആന്റി ഓക്സിഡൻസ്, അതുപോലെ ധാരാളം ഫൈബേഴ്സും പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ദിവസവും ഒരു പേരയ്ക്ക വീതം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇത്. വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളതിനാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ മുറിവുകൾ പെട്ടെന്ന് ഭേദമാകാൻ സഹായിക്കുന്നതാണ് പേരയ്ക്ക. അടുത്തതായി ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ധാരാളം ഫൈബേഴ്സ് ഉള്ളതിനാൽ ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, മലബന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നു, അതുപോലെ കുടലുകളിലുള്ള നല്ല ബാക്ടീരിയകളെ വളർത്താനും സഹായിക്കുന്ന ഒന്നാണ് പേരയ്ക്ക. അതുപോലെ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പേരയ്ക്ക. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തി ഹൃദ്രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പേരയ്ക്ക. പ്രമേഹമുള്ളവർക്ക് സഹായകമായ ഒരു പഴമാണ് പേരയ്ക്കയ്ക്ക്. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് മിതമായ അളവിൽ കഴിക്കാവുന്ന ഒരു പഴമാണ് പേരയ്ക്ക. അതുപോലെ തന്നെയാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പഴമാണ് പേരയ്ക്ക. കാരണം ഇത് കഴിച്ചു കഴിയുമ്പോൾ വയർ നിറഞ്ഞൊരു ഫീൽ ഉണ്ടാകുന്നു, അമിത വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, അതുപോലെ കലോറി വളരെ കുറഞ്ഞ ഒരു പഴമാണ്. അതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന പഴമാണ് പേരയ്ക്ക. കണ്ണുകളുടെ ആരോഗ്യത്തിന് പേരയ്ക്ക വളരെ നല്ലതാണ്. വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനും അതുപോലെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് പേരയ്ക്ക. അതുപോലെ അസ്ഥികളുടെ ആരോഗ്യത്തിന്, പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും മഗ്നീഷ്യവുമാണ് ഇതിന് സഹായിക്കുന്നത്. അപ്പോൾ പേരയ്ക്ക കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പേരയ്ക്കയുടെ സൗന്ദര്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ചർമ്മത്തിന്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് പേരയ്ക്ക. ഇതിൽ വൈറ്റമിൻ സി ഉള്ളതിനാൽ കൊളാജന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. അതുപോലെ ചർമ്മത്തിന് കൂടുതൽ തിളക്കവും മൃദുത്വവും നൽകാൻ സഹായിക്കുന്നു. മുഖക്കുരു വന്ന പാടുകൾ മാറാനായിട്ട് സഹായിക്കുന്നു. ചുളിവുകൾ വീഴാതെ, അതായത് വാർദ്ധക്യ ലക്ഷണങ്ങൾ വരാതെ ഇരിക്കാനും പേരയ്ക്ക സഹായിക്കുന്നതാണ്. അതുപോലെ മുടിക്കും പേരയ്ക്ക കൊണ്ട് നല്ല ഗുണങ്ങളുണ്ട്. മുടി വളരാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അതുപോലെ മുടി വളരാനും ഏറ്റവും നല്ലതാണ് പേരയ്ക്ക. വാർദ്ധക്യം വൈകിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്ത സൗന്ദര്യ ഗുണം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് ആണ് അതിന് കാരണം. അത് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. ചുളിവുകൾ വീഴാതെ ജരാലക്ഷണങ്ങളൊക്കെ വരാതെ കാത്തു സൂക്ഷിക്കാനും സഹായിക്കുന്നതാണ് പേരയ്ക്ക. ഇനി എപ്പോൾ കഴിക്കണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പേരയ്ക്ക കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് പ്രഭാത ഭക്ഷണത്തിന് ശേഷം, അരമണിക്കൂറിന് ശേഷം കഴിക്കാം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് മുൻപ് കഴിക്കാവുന്നതാണ്. വൈകുന്നേരം സ്നാക്കായിട്ട്, ടീ സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ്. നന്നായി കഴുകി തോലൊന്നും കളയാതെ മുഴുവനായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് വിത്തുകൾ ചവച്ച് കഴിക്കാൻ പറ്റുന്നവർക്ക് മുഴുവനെ കഴിക്കാം. ജ്യൂസ് ആക്കി കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഫുൾ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്, ധാരാളം ഫൈബേഴ്സും കിട്ടുന്നത്. ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിക്ക് ഒരു ഇടത്തരം പേരയ്ക്ക ദിവസവും കഴിക്കാവുന്നതാണ്.
ഇനി ആരൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അതുപോലെ ഗർഭിണികൾക്ക് കഴിക്കാവുന്നതാണ്, മിതമായ അളവിൽ കഴിക്കാവുന്നതാണ്, ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്നതാണ്, ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്നതാണ്, പ്രമേഹമുള്ളവർക്കും മിതമായ അളവിൽ കഴിക്കാൻ പറ്റുന്നതാണ്, അതുപോലെ ജോലിഭാരം കൂടുതലായിട്ട് ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്, മലബന്ധമുള്ളവർക്ക് ഇത് കഴിക്കേണ്ടതാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരും ഇത് കഴിക്കേണ്ടതാണ്. ഇനി ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളുള്ളവര്, അതുപോലെ ഫൈബറിന്റെ അളവ് നിയന്ത്രിക്കേണ്ട അസുഖങ്ങൾ ഉള്ളവര്, വൃക്കരോഗമുള്ളവര്, അതായത് പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വൃക്കരോഗമുള്ളവരൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. പേരയ്ക്കയ്ക്ക് അലർജി വളരെ അപൂർവമാണ്. ഇനി എന്തെങ്കിലും അലർജി ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പൊ പേരയ്ക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ, പേരയ്ക്ക നന്നായി കഴുകിയതിനു ശേഷം ഉപയോഗിക്കുക, മുറിച്ച് വെച്ച് ദീർഘനേരം വെച്ചതിന് ശേഷം കഴിക്കാതിരിക്കുക, പഞ്ചസാര ചേർത്ത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, ആരോഗ്യത്തിന് നല്ലത് പേരയ്ക്ക മുഴുവനായിട്ട് കഴിക്കുന്നതാണ്. ഓക്കെ, പേരയ്ക്ക മാത്രം കഴിച്ചത് കൊണ്ട് എല്ലാ ഗുണങ്ങൾ കിട്ടുകയില്ല. നമ്മുടെ സമീകൃത ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് പേരയ്ക്ക കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ വളരുന്ന അല്ലെങ്കിൽ മിക്കവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫ്രൂട്ട് വെറും ഒരു പഴമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ധാരാളം ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും അടങ്ങിയതാണ് പേരയ്ക്ക എന്ന് മനസ്സിലായി. അപ്പൊ വില കൂടിയ ആപ്പിളും കിവിയും ബ്ലൂബെറീസിന്റെ ഒക്കെ പുറകെ പോകുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വീട്ടിലുണ്ടാകുന്ന ഈ ഫ്രൂട്ടിന് അതിനേക്കാൾ ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് പേരയ്ക്കയെക്കുറിച്ച് ഉള്ള വിവരം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.